പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ശതാധിപന് യേശുവിലുണ്ടായിരുന്ന അത്രമാത്രം ആഴമായ വിശ്വാസം. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അതുപോലെ സംഭവിക്കും എന്നുള്ള ആ വിശ്വാസം. തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാനായിട്ട് യേശുവിന് സാധിക്കും എന്നുള്ള വിശ്വാസം. നമ്മൾ ഓരോ ദിവസവും യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെ സഹായിക്കുവാനായിട്ട് പറയുന്നുണ്ട്, നമ്മളെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എത്രമാത്രം വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിനനുസരിച്ചിരിക്കും നമ്മൾക്കുണ്ടാവുന്ന പ്രതിഫലവും. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പിതാവായ ദൈവത്തോട് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.